അത്ഭുതങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് തന്നെ മീഡിയ വൺ ചാനൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നു വി.ഡി. സതീശന് എതിരെ. മീഡിയ വൺ ചാനൽ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. മീഡിയ വണ്ണാണ് വി.ഡി. സതീശന് വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയത്. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുന്നു എന്ന വാർത്ത വന്ന സമയത്ത് എന്തുകൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മീഡിയ വണ്ണായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അതിനുശേഷമാണ് മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കും, മുസ്ലിം ലീഗ് നടപ്പാക്കും എന്നതാണല്ലോ രീതി. ആ രീതി തന്നെയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിലും ചെന്നെത്തിച്ചത്. മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ. അതോടൊപ്പം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ 6 മാസത്തിനകം 2 തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് കോൺഗ്രസിന്, UDF-ന് വലിയ തിരിച്ചടിയാകും. ഇതെല്ലാം കണക്കിലെടുത്ത് വി.ഡി. സതീശനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുന്നു ഹൈക്കമാൻഡ്. അതിൽ ചുക്കാൻ പിടിച്ചത് മീഡിയ വൺ ചാനലാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയാം. കാരണം ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത്, ആദ്യം വി.ഡി. സതീശന് വേണ്ടി പ്രചാരണം തുടങ്ങിയത് മീഡിയ വൺ ചാനലായിരുന്നു. അതേ മീഡിയ വൺ ചാനൽ തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. രൂക്ഷ വിമർശനവുമായി കേൾക്കാം നമുക്ക് മീഡിയ വൺ ചാനലിൽ നടന്ന ആ ചർച്ചയുടെ ഭാഗങ്ങൾ. പക്ഷെ സതീശൻ അതിനെന്ത് ചെയ്യുന്നു? രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അദ്ദേഹം പറയുന്നതാണ് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന മുനും. അങ്ങനെയാണ് സതീശൻ അത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുന്നത്? അതാ എന്റെ സംശയം. എന്താണ് എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുക? അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. സതീശനെ കൊണ്ട് സാധിക്കില്ല അത് പരിഹരിക്കാൻ. സതീശൻ എങ്ങനെയാണ് അത് പരിഹരിക്കുക? 10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹം അത് പരിഹരിക്കുക? കാരണം കോടതിയുടെ മുമ്പിലിരിക്കുന്ന കേസിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ഞാനത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്നത് അല്പത്തരമാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സാജറേഷനാണ് വിഷയത്തെ എക്സാജറേറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ DBI ചെയ്യുന്നതാണ് ഈ കുറ്റം സതീശന്റെ തലയിലേക്ക് ഇടുന്നു. സതീശൻ എന്ത് ചെയ്യുന്നു? അത് LDF-ന്റെ തലയിലേക്ക് ഇടുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. മീഡിയ വണ്ണിന്റെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് അവരുടെ നിലപാട് പറയുന്നു. എന്ന് വെച്ചാൽ മീഡിയ വണ്ണിന്റെ നിലപാട് പറയുന്നു. അതാണ് നാം കണ്ടത്. വി.ഡി. സതീശനെ വിമർശിച്ചത് മുനമ്പം വിഷയത്തിൽ തന്നെയാണ്. എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കും? എന്തടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞത്? ചോദിക്കുന്നത് മീഡിയ വണ്ണാണ്. വി.ഡി. സതീശൻ പറഞ്ഞത് ഇന്നോ ഇന്നലെയോ അല്ല. വി.ഡി. സതീശൻ പറഞ്ഞത് മുനമ്പം വിഷയം ഉയർത്തി നടന്ന സമരത്തിലാണ്. സമരത്തിൽ മാത്രമല്ല, അതിനുശേഷം നടന്ന 1-2 പ്രധാനപ്പെട്ട യോഗങ്ങളിലും വി.ഡി. സതീശൻ ഇത് ആവർത്തിക്കുന്നുണ്ട്. മുനമ്പം വിഷയം പറയുന്ന ഘട്ടത്തിൽ ഒക്കെ 10 മിനിറ്റ് മതി പ്രശ്നം പരിഹരിക്കാൻ. UDF അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും. വഖഫ് നിയമത്തിലെ 97-ാം വകുപ്പ് പ്രകാരം സർക്കാരിന് ആവശ്യപ്പെടാം വഖഫ് ബോർഡിനോട്, വഖഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കണം മുനമ്പം ഭൂമി എന്ന്. സർക്കാരിന്റെ തീരുമാനം, ഉത്തരവ് ടൈപ്പ് ചെയ്യേണ്ട സമയമാണ് 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത് വി.ഡി. സതീശൻ. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ വി.ഡി. സതീശന് എന്താണ് അധികാരം? ഈ ചോദ്യമാണ് ഇപ്പോൾ വി.ഡി. സതീശനോട് ചോദിക്കുന്നത് മീഡിയ വൺ. പക്ഷേ മീഡിയ വൺ എന്തുകൊണ്ട് അത് അന്ന് ചോദിച്ചില്ല? അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് മുനമ്പം സമരം നടക്കുന്ന ഘട്ടത്തിൽ മീഡിയ വൺ ചാനൽ ഇക്കാര്യം ചോദിക്കാതിരുന്നത്? അന്ന് ചോദിച്ചാൽ അത് വി.ഡി. സതീശന് എതിരെയാകും. അന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം വി.ഡി. സതീശന് എതിരെയായി പോകും. അതറിയാം മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും. അതുകൊണ്ട് അന്ന് ചോദിച്ചില്ല, അന്ന് മൗനം പാലിച്ചു. കാരണം എങ്ങനെയെങ്കിലും UDF-നെ അധികാരത്തിലെത്തിക്കണം, കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കണം, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം. അതിനുവേണ്ടി യാഥാർത്ഥ്യം അന്ന് മൂടി വെച്ചു. അതാണ്. എന്ന് വെച്ചാൽ ഇലക്ഷനിൽ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്ത് പണിയും ചെയ്യും UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത്. അതല്ലെങ്കിൽ അന്ന് തന്നെ നിശ്ചിത വിമർശനവുമായി രംഗത്ത് വരണ്ടേ ജമാഅത്തെ ഇസ്ലാമി? അന്ന് തന്നെ വി.ഡി. സതീശൻ പറഞ്ഞതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരണ്ടേ? വാർത്താ സമ്മേളനം വിളിക്കണ്ടേ? മീഡിയ വണ്ണിൽ ചർച്ച നടത്തണ്ടേ? എന്തുകൊണ്ട് നടന്നില്ല? എന്ന് വെച്ചാൽ UDF-നെ അധികാരത്തിലേറ്റാൻ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യത്തെ പോലും മാറ്റിവെക്കാൻ, മുസ്ലിം സമുദായത്തിന് വേണ്ടി വഖഫ് ബോർഡ് മുൻപും വിഷയത്തിലെടുക്കുന്ന നിലപാട് പോലും ഒന്ന് മറച്ചു പിടിക്കാൻ, അതല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതെല്ലാം മാറ്റിവെക്കാൻ തയ്യാറായിരുന്നു. അത്രമാത്രം അടിമത്തുന്ന, എന്താണ് ഇതിന് പറയുക എന്നറിയില്ല,
അത്രമാത്രം സർക്കാർ വിരുദ്ധ CPM വിരുദ്ധ പ്രചാരണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്നർത്ഥം, മുസ്ലിം ലീഗ് എന്നർത്ഥം. ഇപ്പോൾ ഇതെല്ലാം മാറ്റിപ്പറയേണ്ടി വരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും 10 ദിവസമായിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നതാണ്. ഇനി എത്ര നാൾ ഇതൊക്കെ നാം കേൾക്കേണ്ടി വരും? അധികാരത്തിലേറിയിട്ട് 10 ദിവസം പോലുമായില്ല. അപ്പോഴേക്കും ഇന്നലെ വരെ കൊണ്ടുപോയി നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയാറില്ലേ, എന്നതുപോലെ VD സതീശനെ കൊണ്ട് നടന്നത് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോഴിതാ വിമർശന ശരം തൊടുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമി. കഷ്ടം എന്നേ പറയാനുള്ളൂ. ഒരു നല്ല നമസ്കാരം കൊടുക്കാം ജമാഅത്തെ ഇസ്ലാമിക്കും മീഡിയ 1 ചാനലിനും.